ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ചക്കക്കുരു മുരിങ്ങക്കായ തോരനാട്ടോ. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ ചക്കക്കുരു ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ബ്രൗൺ തോലില്ലേ, അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരണം. ഈ ഒരു ചക്കക്കുരുവിനെ ഒരു 4-5 പീസാക്കിയിട്ട് നീളത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഇതാണ്ടോ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിയുള്ള ചക്കക്കുരു ഉണ്ടല്ലോ, അതും ഞാനൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇതാണ്ടോ, ബാക്കി ചക്കക്കുരും അതേപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക കേട്ടോ. വെന്തുടഞ്ഞു പോകരുതേ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 10 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത്, 10 പച്ചമുളക്, ഒരു 5 സ്പൂൺ തേങ്ങ, ഒരു 10 ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞത്, കുറച്ച് മുരിങ്ങയില കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കിയിട്ട് വരാം. പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായി ചൂടായി വരുമ്പോൾ ഒരു 1/4 സ്പൂണ് കടുക് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയില്ലേ, അതും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് അത്യാവശ്യം സ്പൈസിയാണ്, അതുകൊണ്ടാണ് കേട്ടോ 10 മുളക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇത് വഴറ്റിയെടുക്കണം. നന്നായി വഴണ്ട് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു ഗോൾഡൻ കളറില്ലേ, ആ ഒരു വരുന്ന സമയമാകുന്നവരെ മാത്രം വഴറ്റിയാൽ മതിയാകും. ഇതുപോലൊരു പരുവാകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച ചക്കക്കുരു ഇല്ലേ, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായി മിക്സാക്കി എടുക്കുക കേട്ടോ. ചക്കക്കുരു നല്ലപോലെ വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. ഇതുപോലെ പീസുകളായിട്ട് നമുക്ക് കിട്ടണം. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ ചിരവിയ തേങ്ങയില്ലേ, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇതാ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുരിങ്ങയില്ലേ, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സാക്കിയതിന് ശേഷം ഞാൻ മുരിങ്ങയില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുരിങ്ങയില ചേർക്കുമ്പോൾ കട്ട പിടിക്കാതെ നോക്കണം കേട്ടോ. നല്ലപോലെ മിക്സാക്കി എടുക്കണേ. ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ചക്കക്കുരുവും മുരിങ്ങയിലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതുണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ചക്കക്കുരുവിൻ്റെ എല്ലാ ഭാഗത്തും മുരിങ്ങയില മിക്സാകുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഏകദേശം നമ്മുടെ മുരിങ്ങയില നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങയിലേക്ക് അധികം വേവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ഈ സമയമാകുമ്പോൾ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഗ്യാസ് ഓഫാക്കാം കേട്ടോ. കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യരുത് കേട്ടോ. ഈ ചൂടിൽ കിടന്ന് തന്നെ ആ കുരുമുളക് പൊടിയുടെ ഒരു ഫ്ലേവർ മാറി കിട്ടും. ഇത് കഴിക്കുമ്പോൾ ചെറുതായിട്ടൊരു കുരുമുളക് അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് വരണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മുരിങ്ങയില തോരൻ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റായിട്ടോ. അങ്ങനെ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ ചക്കക്കുരു കഴിക്കാത്തവരുണ്ടെങ്കിൽ പോലും ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കും. നല്ല രുചിയാണ്. ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കഞ്ഞിൻ്റെ കൂടെയൊക്കെ അല്ലേ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണേ. ഇതുണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരു. കണ്ടോ, നിറയെ ഉള്ളിയൊക്കെ ചേർത്ത് മുരിങ്ങയിലയും ചക്കക്കുരുവും കൂടെ കഴിക്കുമ്പോൾ നല്ല രുചിയാട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.